ഹലോ ഗായ്സ്, വെൽക്കം ടു ബ്ലാബ്ല ടൈംസ്. ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ച് ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ പോയിട്ട് ഞാൻ വാഴ 2 സിനിമ കാണുന്നത്. ഏപ്രിൽ 2 റിലീസായെങ്കിലും ഇന്നലെയാണ് പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഓൾറെഡി റീൽസിലൊക്കെ വരാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അതിൻ്റെ എല്ലാം നമുക്ക് അതിനകത്ത് കാണിച്ചു തരാൻ വേണ്ടി തുടങ്ങി. എന്നാലും സാരമില്ല, പോയി കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയി കണ്ടു. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിച്ച്, അത്ര ചിരിച്ചതിനും സെക്കൻഡ് ഹാഫ് ഇരുന്ന് കരഞ്ഞു. അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത്. നല്ല പടമായിരുന്നു. ഹാഷിറിന്റെ ഷോ കാണാൻ വേണ്ടി പോയിട്ട് അലന്റെയും വിനായകന്റെയും ഫാനായിട്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ. വിനായകും ബിജുക്കുട്ടൻ ചേട്ടനും തമ്മിലുള്ള ആ ഒരു കോംബോ, ആ ഒരു കെമിസ്ട്രി സൂപ്പർ. അത് ശരിക്കും നമ്മളിങ്ങനെ ഇവിടെ കൊള്ളുന്ന രീതിക്കുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നിയത്. പാട്ടുകളായിക്കോട്ടെ, BG ആയിക്കോട്ടെ, ഇങ്ങനെ ഭയങ്കര കടന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കാണണം. നല്ലൊരു മൂവി, നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു എന്റർടൈൻമെന്റ് എന്നല്ലേ കറക്റ്റ് ആ വേർഡ്സിന്. അത്രയും എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട്, കണ്ടങ്ങ് ഇരുന്ന് പോവും. അതുപോലെ ഓരോ കുഞ്ഞും ചില സാധനങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ ഇതെന്റെ കോളേജിൽ പഠിക്കുമ്പോൾ നടന്നിട്ടുണ്ട്, ഇതെന്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നിട്ടുണ്ട്. ആ ചില ഫൈറ്റ് സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ പടം കണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലത്തെ അടി ഞങ്ങളുടെ കോളേജിലും ഉണ്ടായിരുന്നില്ല, ഇതുപോലത്തെ അടി എൻ്റെ സ്കൂളിൽ +2 പഠിക്കുമ്പോൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അത്രയും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറേ സാധനങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും ആരും ഇങ്ങനെ ഈ ക്യാരക്ടറോടെ വേണ്ടായിരുന്നു, ഈ ക്യാരക്ടറോടെ ചേരുന്നില്ല, അങ്ങനൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാം ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല വൈബുള്ള ഒരു പടം. അതിൽ ലാസ്റ്റ് അവർ വരുന്നതും ചില സാധനങ്ങളൊക്കെ ഉണ്ട്, സ്പോയിലർ ആവാതിരിക്കട്ടെ. പക്ഷെ നല്ല പടമായിരുന്നു, എല്ലാവരും പോയി കാണണം. ഭയങ്കര രസമുണ്ട്. നമുക്ക് ഇങ്ങനെ റിഫ്രഷ്മെൻ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ, ഭയങ്കര ഹെക്ടിക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് റിഫ്രഷ്മെന്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് പറ്റിപ്പോയി എന്റർടൈൻമെന്റ് ആവും, നന്നായിട്ട് ചിരിക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യം വരെ കിട്ടിയാൽ അത്രയും ചിരിക്കുകയും ചെയ്യും. അതേപോലെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേഗം വിഷമാവുന്ന ആൾക്കാരില്ലേ, സെൻസിറ്റീവ് പേഴ്സൺസ് ഒക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഫസ്റ്റ് ഹാഫ് ഒത്തിരി ചിരിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് തുമ്മുന്നതാണെങ്കിൽ ചിരി വരുന്ന കുറച്ച് ആൾക്കാരില്ലേ, ആ കൂട്ടത്തിൽപ്പെടുത്ത ഞാനൊക്കെ. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിജുക്കുട്ടൻ ചേട്ടൻ്റെയും അതുപോലെ വിനായകൻ്റെയും പെർഫോമൻസ്. അയ്യോ, ശരിക്കും ഇങ്ങനെ അച്ഛനെയൊക്കെ പോയി കെട്ടിപ്പിടിക്കാൻ തോന്നിപ്പോയ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയണ്ട ഒരു ആക്ടിങ് ആയിരുന്നു അത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇനി അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. കാരണം ഞാനിങ്ങനെ റിവ്യൂ പറയുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇത് കണ്ടപ്പോൾ എന്തോ ചെയ്യണം പറയണം എന്നൊക്കെ തോന്നി. അതുകൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ഓക്കേ.